വയനാട് പനമരം പുഞ്ചവയൽ പരിയാറത്ത് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി കാപ്പിത്തോട്ടത്തിലിറങ്ങിയ 2 കൊമ്പൻ ആനകളെ വനം വകുപ്പ് കാട്ടിലേക്ക് തുരത്തി. മറ്റ് 2 ആനകൾ രാത്രി വൈകിയും പ്രദേശത്ത് തമ്പടിച്ചിരിക്കുകയാണ്. വന്യമൃഗശല്യത്തിനെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി. 4 ആനകളെ രാവിലെയാണ് പരിയാരത്തെ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ കണ്ടത്. സംഘത്തിൽ 2 കൊമ്പനാനയും 1 കുട്ടിയാനയും ഉണ്ടായിരുന്നു. വനം വകുപ്പ് ജീവനക്കാരെത്തി ആനയെ തുരത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. മണിക്കൂറുകൾക്കൊടുവിൽ പ്രദേശം വളഞ്ഞ് പടക്കം പൊട്ടിച്ച് ആനകളെ വനം വകുപ്പ് കാട്ടിലേക്ക് തുരത്തുന്നതിനിടെ 2 കൊമ്പനാനകൾ വന്ന വഴി തന്നെ അമ്മാനി വനമേഖലയിലേക്ക് തിരികെ കയറിപ്പോയി. എന്നാൽ കൂട്ടത്തിലെ ഒരു പിടിയാനയും മറ്റൊരു കുട്ടിയാനയും ഇപ്പോഴും കൃഷിയിടത്തിൽ തന്നെ തുടരുകയാണ്. പടക്കം പൊട്ടിച്ചിട്ടും പോകാൻ കൂട്ടാക്കാതെ നിൽക്കുകയാണ് കുട്ടിയാനയും മോഴയാനയും. ഇരുട്ട് വീണതോടെ ദൗത്യം ഇന്നത്തേക്ക് വനം വകുപ്പ് അവസാനിപ്പിച്ചു. അതിനിടെ വന്യമൃഗശല്യത്തിനെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധവുമുണ്ടായി. കലക്ടർ വന്നാൽ എനിക്ക് ഒരു പേടിയില്ല. ഞങ്ങൾ ജീവിക്കാണ്ട് 25 വർഷം കഴിഞ്ഞു. എന്താ പേടി? എന്തിനു പേടിക്കാം? ഞങ്ങൾക്ക് ജീവിക്കട്ടെ. ഓടിക്കാം. രാത്രിയിൽ കൃഷിയിടത്തിൽ നിന്ന് ആനകൾ തിരികെ വനമേഖലയിലേക്ക് കയറിപ്പോകുമെന്ന നിഗമനത്തിലാണ് വനം വകുപ്പ്. രാത്രി പട്രോളിംഗ് ഉണ്ടെങ്കിലും രാവിലെയോടെ ദൗത്യം പുനരാരംഭിക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. പ്രദേശത്ത് ഫെൻസിംഗ് നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഫെൻസിംഗ് തന്നെ പൂർത്തിയാക്കിയാൽ ഇവിടെ എത്രയോ ജനവാസത്തിന് വളരെ ധൈര്യമായിട്ട് ജീവിക്കാം. ഇവിടെ കുട്ടികളെ സ്കൂളിൽ വിടാനാവില്ല, ആശുപത്രിയിൽ പോയി വരാൻ ധൈര്യം കിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നമാണ്. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷികൾ വരും ദിവസങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ നടത്തുവാനാണ് തീരുമാനം. റിപ്പോർട്ടർ, വയനാട്.